ഗുഡ് മോർണിംഗ് ഗൈസ്. ഞാൻ ഇപ്പം എണീറ്റേ ഉള്ളൂ. എൻ്റെ കണ്ണപ്പന് ഉറങ്ങുവാണ്. അപ്പം ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്. എനിക്ക് 24 വയസ്സാവാം. രാവിലെ അമ്പലത്തിൽ പോകണം. പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. വൈകിട്ട് ഫ്രണ്ട്സൊക്കെ വന്ന് ഒന്ന് പുറത്തു പോന്നു, കേക്ക് കട്ട് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. നല്ല 12 മണിക്ക് കുറേ വിഷ് വന്നു. കുറച്ച് പേർക്കൊക്കെ റിപ്ലൈ കൊടുത്തു. പിന്നെ ഫോൺ ചാർജ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുത്തിയിട്ടിപ്പോൾ എടുത്തതേ ഉള്ളൂ. നന്ദു എണീറ്റിപ്പോൾ താഴോട്ട് പോയി. അപ്പം ഞാനും എണീക്കട്ടെ. അല്ല സാരി എടുക്കണമെന്നൊരു പ്ലാനുണ്ട്. അമ്പലത്തിൽ പോകണം, അല്ല പിന്നെ ലേറ്റ് ആവും. അപ്പം കുറേ വിഷ് കിട്ടിയതിൻ്റെ ഒരുപാട് സന്തോഷമുണ്ട്. എല്ലാവരോടും താങ്ക് യു. അപ്പം അമ്മ താഴോട്ട് പോവാം. അങ്ങനെ ഒരു 7 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ എണീറ്റ്. രാവിലെ വെള്ളം കൂടി ഒരു പതിവാണ്. അങ്ങനെ വെള്ളമൊക്കെ കുടിച്ച് കഴിഞ്ഞ് കണ്ണപ്പൻ എണീറ്റില്ലായിരുന്നു. അപ്പോൾ അവൻ എണീക്കുന്നതിന് മുന്നേ എൻ്റെ ജോലിയെല്ലാം തീർക്കാമെന്ന് വിചാരിച്ചാൽ താഴോട്ട് വന്നപ്പോൾ ചേട്ടൻ അവിടെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ ഇന്നത്തെ ഷെഡ്യൂളൊക്കെ ഞങ്ങൾ പ്ലാൻ ചെയ്ത് പിന്നെ ഞാൻ വേഗം പോയി കുളിച്ച് റെഡിയായിട്ട് സാരി ഉടുക്കാമെന്ന് വിചാരിച്ച്. അങ്ങനെ അമ്മയടുത്ത് ഞാൻ പറഞ്ഞില്ലായിരുന്നു സാരി ഉടുക്കുന്ന കാര്യം. അങ്ങനെ ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ എങ്ങനെയൊക്കെയോ ഉടുത്ത്. ഈ കമ്മൽ ഞാൻ ഗുരുവായൂരിൽ നിന്ന് മേടിച്ചായിരുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട് ഞാൻ മേടിച്ചായിരുന്നു. ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. അങ്ങനെ ഫസ്റ്റ് ഞങ്ങൾ അമ്മാച്ചങ്കാവിൽ പോയി അവിടെ തൊഴുത് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ ഞങ്ങൾ പെട്ടെന്ന് പനക്കെട്ടൂടി വന്ന് കുറച്ച് ലേറ്റായിപ്പോയി. എന്നാലും സാരമില്ല, കണ്ട് തൊഴുത് പിന്നെ അവിടെ നിന്ന് ചന്തയിൽ നിന്ന് അങ്ങനെ കുറച്ച് മീനൊക്കെ മേടിച്ച്. എനിക്ക് കല്ലുമ്മക്കായ ഭയങ്കര ഇഷ്ടമാണ്, അങ്ങനെ അതാണ് മേടിച്ചത്. അപ്പം നമുക്കിനി ഇതെല്ലാം ഊരിയിടാം. 10 മണിയായി. ഇനിയിപ്പം ഫുഡ് കഴിക്കണം. ഫുഡല്ല, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. എനിക്ക് കണവ ഭയങ്കര ഇഷ്ടം, പക്ഷെ കണവ നോക്കിയിട്ട് കിട്ടിയില്ല. ഞങ്ങൾ ചന്തയിലെല്ലാം അരിച്ചു വറക്കി. പിന്നെ മുരിങ്ങ ഇറച്ചി അത് മേടിച്ചു. അപ്പം നമുക്കതൊന്ന് കഴിക്കാം. ഇതെൻ്റെ കല്യാണ ബ്ലൗസാണ്. ഞാൻ അന്ന് സെറ്റ് സാരിയുടെ കൂടെ കൊടുത്തതാണ്. എപ്പോഴും യൂസ് ചെയ്യാത്തതുകൊണ്ട് ഇന്ന് എടുക്കാമെന്ന് വിചാരിച്ച്. ഈ സാരിയായിട്ട് നല്ല രസമുണ്ടായിരുന്നു. അതെല്ലാം ഊരിയിട്ടിട്ട് പിന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച്. ഇങ്ങനെ പോയാൽ ഇവിടെ ഫയർഫോഴ്സിനെ വിളിക്കേണ്ടി വരും. ഇവരെന്താണ് ഇവിടെ കാണിക്കുന്നതെന്ന് ഒരു ഐഡിയ ഇല്ല. അമ്മ മര്യാദയ്ക്ക് ഉണ്ടായിക്കൊള്ളാന്ന് പറഞ്ഞു, പക്ഷേ ചേട്ടൻ സമ്മതിച്ചില്ല. എന്ത് ചെയ്യാനാ, ഭാര്യയുടെ ബർത്ത്ഡേക്ക് ഭർത്താവൻ തന്നെ കൈകൊണ്ട് ഉണ്ടാക്കി തരണമായിരിക്കും. എന്തോ ഉണ്ടാക്കുന്നേ? എന്തൊരു പോക എന്റെ ഭർത്താവ് പൊടിയിടാൻ എല്ലാവർക്കും പറ്റും. ഇളക്കിയത് ഞാൻ വാട്ടി അതെ. ചേട്ടനെ കളിയാക്കിയെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഒരുപാട് കഴിച്ചത് ഞാൻ തന്നെ ആയിരുന്നു. എനിക്ക് വേണ്ടി ഇത്ര എഫേർട്ട് ഇട്ട് ഉണ്ടാക്കി തന്നില്ല, അത് തന്നെ ഞാൻ ഒരുപാട് ഹാപ്പിയായി. പിന്നെ എൻ്റെ സ്പെഷ്യൽ ഡേയിൽ എനിക്ക് ഇത്രയും അടിപൊളിയായിട്ട് നല്ല സദ്യ ഒരുക്കി തന്ന് എൻ്റെ അമ്മായിയമ്മയും എൻ്റെ അമ്മാമ്മയും കൂടെ. ഒരുപാട് കറികളുണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ പായസം ഉണ്ടായിരുന്നു, ഞാൻ ഇതിനകത്ത് എടുത്തിട്ടില്ല. അപ്പം ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് വരുന്നുണ്ട്. പിന്നെ എനിക്കിങ്ങനെ വീഡിയോസ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.